ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. ഇന്ന് നമ്മുടെ CPO, WCPO പോലെയുള്ള പ്രധാനപ്പെട്ട യൂണിഫോം തസ്തികയുടെ എല്ലാം ഡ്രൈവർ തസ്തികയിലേക്ക് PSC സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സുപ്രധാന നിയമങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ക്ലാസ്സിലേക്ക് വരിക, നമുക്ക് കേൾക്കാം. നമ്മുടെ സിലബസിൽ 20 മാർക്കിനാണ് ജോലിയുടെ അല്ലെങ്കിൽ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ ആക്റ്റുകൾ എന്നറിയപ്പെട്ട ഭാഗം. 20 മാർക്കാണ് നിങ്ങളുടെ സിലബസിലെ ഈ ഭാഗം, അല്ലേ? അപ്പോൾ ഈ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ സിലബസിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ് പഴയ CRPC നിയമം, പുതിയ പേര് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, BNSS എന്നൊക്കെ വിളിക്കാം. ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഒന്നാമത്തെ ചോദ്യം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 2023 നൽകിയിരിക്കുന്ന വിഭാഗം അനുസരിച്ച് ഗോത്രമേഖലകൾ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഗോത്രമേഖലകൾ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ഇന്ത്യയിലെ എല്ലാ ഗോത്ര മേഖലകളും. ഓപ്ഷൻ ബി, ഷില്ലോങ് മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ള ഒഴികെ 1972 ജനുവരി 21 മുൻപ് അസമിലെ ഗോത്ര മേഖലകളിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങൾ. ഓപ്ഷൻ സി, ഷില്ലോങ് മുനിസിപ്പാലിറ്റി പരിധിക്കുള്ളിലെ ഗോത്രവർഗ മേഖലകൾ. ഓപ്ഷൻ ഡി, 1972 ശേഷം നിർവചിക്കപ്പെട്ട ഗോത്രവർഗ മേഖലകൾ. 4 ഓപ്ഷനുകളാണ്. അപ്പോൾ എന്തിനെയാണ് ഗോത്രവർഗ മേഖലകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഷില്ലോങ് മുനിസിപ്പാലിറ്റിക്കുള്ളിലുള്ളവ ഒഴികെ 1972 ജനുവരി 21 മുൻപ് ആസാമിലെ ഗോത്ര മേഖലകളിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയാണ് ഗോത്രവർഗ മേഖലകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഗോത്രവർഗ മേഖലകൾ അല്ലേ എന്നറിയപ്പെട്ട നിർവചനത്തിൽ ഇവിടുത്തെ കൂടുതൽ ശരിയെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ എല്ലാ ഗോത്രവർഗ മേഖലകളൊന്നും ഉൾപ്പെടുന്നില്ല. പിന്നെയോ ഷില്ലോങ് മുനിസിപ്പാലിറ്റിക്കുള്ളിലെ പ്രദേശങ്ങൾ ഒഴികെ 1972 ജനുവരി 21 മുൻപ് ആസാമിലെ ഗോത്ര മേഖലകൾ ഉൾപ്പെട്ട പ്രദേശങ്ങളെന്നാണ് ശരി ഉത്തരം. നോക്കാം നമുക്ക്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 ഏതു ഭാഗത്താണ് ഈ ഗോത്രവർഗത്തെക്കുറിച്ചെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യായം 1 പ്രിലിമിനറി, പ്രാഥമികം എന്ന ഭാഗത്താണ്. അധ്യായം 1 പ്രാഥമികമാണ്, അല്ലേ? എന്താണ് പറയുക? സെക്ഷൻ 1 ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം അല്ലെങ്കിൽ ആരംഭം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് എന്ന ഭാഗമാണ് പറയുക. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ ചുരുക്കപ്പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BNSS എന്ന് പറയരുത്. ചുരുക്കപ്പേരെന്ന് പറഞ്ഞാൽ സെക്ഷൻ 1 മുതൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഈ നിയമത്തെ ഒന്നാകെ ചുരുക്കി എന്ത് പറയുമെന്നാണ്. ചുരുക്കി പറയുന്ന പേര്, അതിൻ്റെ പൂർണ്ണമായ പേര് തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്നതാണ് ഈ നിയമത്തിൻ്റെ പൂർണ്ണമായ പേര്. ഓർത്തിരിക്കണം, മറക്കരുത്. ഇനി ഈ നിയമം ബാധകമായ പ്രദേശങ്ങൾ ഏതെല്ലാം? ബാധകമല്ലാത്ത പ്രദേശങ്ങൾ. ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യ മുഴുവൻ ബാധകമാണ്. എന്നാൽ ഈ നിയമത്തിലെ 3 പ്രധാനപ്പെട്ട അധ്യായങ്ങളായ 9, 11, 12 എന്നിവ ഒഴികെ മറ്റൊന്നും ബാധകമല്ലാത്ത പ്രദേശങ്ങളാണ്. 1 നാഗാലാൻഡ്, 2 ഗോത്രവർഗ പ്രദേശങ്ങൾ എന്നിങ്ങനെ. നാഗാലാൻഡ്, ഗോത്രവർഗ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഈ നിയമത്തിലെ അധ്യായം 9, 11, 12 ഒഴികെ മറ്റൊന്നും ബാധകമല്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, നാഗാലാൻഡ്, ഗോത്രവർഗ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ബാധകമല്ലാത്തത്. എന്നാൽ ഈ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിൽ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ ഈ പറയപ്പെട്ട മേഖലകളിൽ ഏതൊക്കെയാ? ഈ നാഗാലാൻഡിലും ഗോത്രവർഗ പ്രദേശങ്ങളിലും ഈ നിയമത്തിൻ്റെ മറ്റ് അധ്യായങ്ങൾ കൂടി ബാധകമാക്കാൻ അധികാരമുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലും ദുരന്തമോ, ഒരു ഉരുൾപൊട്ടലോ, യുദ്ധമോ, മറ്റെന്തെങ്കിലും അത്യാഹിതമോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഈ BNSSലെ മറ്റ്
അധ്യായങ്ങൾ കൂടി ബാധകമാക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ വിവേചനാധികാരമാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള അനുബന്ധമോ ആകസ്മികമോ അനന്തരഫലമോ ആയ പരിഷ്കാരങ്ങളോടെ സംസ്ഥാന സർക്കാരുകൾക്ക് അത് നടപ്പിലാക്കാമെന്നാണ്. നോക്കുക, ഈ വിഭാഗത്തിൽ നോക്കുക, അധ്യായം 1 ഗോത്രവർഗ പ്രദേശങ്ങൾ എന്നൊരു വാക്ക് പറയുന്നില്ല. എവിടെ പറഞ്ഞു? ഈ നിയമത്തിലെ 9, 11, 12 അധ്യായങ്ങൾ മാത്രം ബാധകമായിട്ടുള്ളത്. ഒന്ന് നാഗാലാൻഡിലാണ്, മറ്റൊന്ന് ഗോത്രവർഗ മേഖലകൾ. നാഗാലാൻഡിലും ഗോത്രവർഗ മേഖലകളിലും എന്നാണ് പറയുക. നാഗാലാൻഡിലും ഗോത്രവർഗ മേഖലകളിലും എന്നാണ്. അപ്പൊ ഈ ഗോത്രവർഗ മേഖലകൾ എന്നാൽ എന്താണ്? 1972 ജനുവരി 21-ാം തീയതിക്ക് തൊട്ട് മുൻപ് ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഖണ്ഡിക 20-ൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ഷില്ലോങ് മുനിസിപ്പാലിറ്റിയുടെ പ്രാദേശിക പരിധിക്കുള്ളിലുള്ളവ ഒഴികെ ആസാമിലെ ഗോത്രവർഗ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്ന പ്രദേശങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഷില്ലോങ് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഒഴികെ ആസാമിൻ്റെ മറ്റ് ഗോത്രവർഗ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ട ഗോത്രവർഗ പ്രദേശങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നു മുതൽ 1972 ജനുവരി 21-ാം തീയതിക്ക് മുൻപ് വരെ പ്രഖ്യാപിച്ചിരുന്ന ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ 6th ഷെഡ്യൂൾ 20-ാം ഖണ്ഡികയിൽ പരാമർശിക്കുന്ന പോലെ എന്നാണ്. അപ്പോൾ ഗോത്രവർഗ മേഖല എന്നാൽ ഓർത്തിരിക്കണം, മറക്കരുത്, ഷില്ലോങ് മുനിസിപ്പാലിറ്റിയുടെ പരിധി ഉൾപ്പെടുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കണം. ഓക്കെ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ഇങ്ങനെയാണ്: ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ നോൺ കൊഗ്നിസബിൾ ഒഫൻസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? നോൺ കൊഗ്നിസബിൾ ഒഫൻസ് എന്നതിൻ്റെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കൊഗ്നൈസബിൾ ആൻഡ് നോൺ കൊഗ്നൈസബിൾ. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ, വാറണ്ട് ഇല്ലാതെ ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കുറ്റകൃത്യം. ഓപ്ഷൻ ബി, വാറണ്ട് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കുറ്റകൃത്യം. ഓപ്ഷൻ സി, വളരെ ഗുരുതരമായൊരു കുറ്റകൃത്യം. ഓപ്ഷൻ ഡി, ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കുറ്റകൃത്യം. 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതിലെന്താണ് നോൺ കൊഗ്നിസബിൾ ഒഫൻസ് എന്നതിൻ്റെ നിർവചനം? ഇവിടെ ഒന്നേ ശരിയുള്ളൂ. ഉത്തരം നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. എന്താണ് ഓപ്ഷൻ ബി? നമ്മൾ പറഞ്ഞു എന്താണ്? വാറണ്ട് ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കുറ്റകൃത്യമാണ് നോൺ കൊഗ്നിസബിൾ. അപ്പോൾ അറിഞ്ഞിരിക്കണം കൊഗ്നിസബിൾ ആൻഡ് നോൺ കൊഗ്നിസബിൾ ഒഫൻസുകൾ എന്താണ്. കൊഗ്നിസബിൾ ഒഫൻസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന നമ്മുടെ BNSSന്റെ ഭാഗമാണ് 2G, കൊഗ്നൈസബിൾ ഒഫൻസ്. അപ്പോൾ സെക്ഷൻ 2G എന്തിനെ പറ്റി പറയുന്നു? കൊഗ്നൈസബിൾ ഒഫൻസ്, കൊഗ്നൈസബിൾ കുറ്റകൃത്യം. എന്താണ് ഈ കൊഗ്നൈസബിൾ കുറ്റകൃത്യം, നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യം എന്നിങ്ങനെ പ്രതിപാദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം: കൊഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ ഒരു കുറ്റകൃത്യമാണ്. പിന്നെ എന്താ പ്രത്യേകത? കൊഗ്നൈസബിൾ കേസ് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് 1-ാം ഷെഡ്യൂൾ അനുസരിച്ചോ, ഈ നിയമത്തിൻ്റെ 1-ാം ഷെഡ്യൂൾ അനുസരിച്ചോ, മറ്റ് ഇന്ത്യയിൽ നിലവിലുള്ള തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമം അനുസരിച്ചോ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് കൊഗ്നൈസബിൾ ഒഫൻസ്. ഉണ്ടോ? അപ്പോൾ കൊഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ എന്തെന്ന് പറഞ്ഞേ? എന്താണ് കൊഗ്നൈസബിൾ ഒഫൻസ്? 2Gയിലാണ് കൊഗ്നൈസബിൾ ഒഫൻസിനെ പറ്റി പറയുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കോടതി നിയോഗിച്ച ഒരു വ്യക്തിക്ക് വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് കൊഗ്നൈസബിൾ. അപ്പോൾ കൊഗ്നൈസബിൾ എന്ന വാക്ക് കേൾക്കുമ്പോഴേ മനസ്സിലൊരു വാക്ക് കൂടി ഓർക്കണം: അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. ഉണ്ടോ? മജിസ്ട്രേറ്റിന്റെ ഉത്തരവോ വാറണ്ടോ ഇല്ലാതെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് കൊഗ്നൈസബിൾ ഒഫൻസ്. കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 2G ആണ് കൊഗ്നൈസബിൾ ഒഫൻസിനെ പറ്റി പ്രതിപാദിക്കുക. ഭരണഘടനയുടെ ഒന്നുകിൽ BNSSന്റെ 1-ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നതോ അല്ലെങ്കിൽ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിനനുസരിച്ചോ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? നമ്മളിവിടുത്തെ ചോദ്യം നോൺ കൊഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചാണ്. 2O ആണ്
നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്. 2O, നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്. എന്താണ് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ? നോൺ കൊഗ്നൈസബിൾ കുറ്റകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോ കോടതിയുടെ വാറണ്ടോടുകൂടി മാത്രം ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരം കുറ്റകൃത്യങ്ങളെ വിളിക്കുന്ന പേരാണ് നോൺ കൊഗ്നൈസബിൾ. ഉണ്ടോ? നോൺ കൊഗ്നൈസബിൾ കേസ് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രതിവാദിക്കുന്ന തരം കേസുകളെയാണ് എന്ത് വിളിക്കുക? നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് വിളിക്കുക. അപ്പോൾ കൊഗ്നൈസബിൾ ആൻഡ് നോൺ കൊഗ്നൈസബിൾ വളരെ പ്രധാനപ്പെട്ട 2 സെഷൻസ് ആണ്. അപ്പോൾ 2G ആണ് കൊഗ്നൈസബിൾ, 2O നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആണെന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNS പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം എന്ന പദത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അന്വേഷണം എന്ന പദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ജുഡീഷ്യൽ അന്വേഷണങ്ങൾ മാത്രം. ഓപ്ഷൻ ബി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അംഗീകൃത വ്യക്തിയോ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ. ഓപ്ഷൻ സി സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഏതെങ്കിലും സർവേ. ഓപ്ഷൻ ഡി സർവകലാശാലകൾ നടത്തുന്ന ഗവേഷണം. ഇതിൽ ഏതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അന്വേഷണം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, ഒരു ജുഡീഷ്യൽ അന്വേഷണങ്ങൾ മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അംഗീകൃത വ്യക്തിയോ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന ഏതെങ്കിലും സർവേ അല്ല, സർവകലാശാല നടത്തുന്ന ഗവേഷണമല്ല. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ഉണ്ടോ? അപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ പ്രധാനപ്പെട്ട ഒരു പദമാണ്, ഓർത്തിരിക്കണം, എന്ന് പറയുന്നു ഇൻവെസ്റ്റിഗേഷൻ. പ്രധാനപ്പെട്ട ഒരു പദമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകൾ, 4 ഓപ്ഷനുകളാണ്. അതിൽ 1 തെറ്റാണ്, 3 തെറ്റാണ്, 4 തെറ്റ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. എന്ത് പറയുന്നു? ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അംഗീകൃത വ്യക്തിയോ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിക്രമങ്ങളെയാണ് ഇൻവെസ്റ്റിഗേഷൻ. തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിക്രമത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ BNSS എവിടെയാണ് ഇൻവെസ്റ്റിഗേഷനെ പറ്റി പറയുന്നത്? ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഇൻക്വയറി. ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി രണ്ടും അറിഞ്ഞിരിക്കണം. ഇൻക്വയറിയെ പറ്റി പറയുന്നത് 2Kയിലാണ്. ഇൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ കോടതി നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനോ നടത്തുന്ന ഒരു കേസിലേക്കായുള്ള പ്രാഥമിക തെളിവെടുപ്പിനെ, പ്രാഥമിക അന്വേഷണത്തെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുക. എന്നാൽ കോടതി നടത്തുന്ന ട്രയൽ, വിചാരണ അല്ലാത്ത അന്വേഷണത്തെയാണ് ഇൻക്വയറി എന്ന് വിളിക്കുക. ഉണ്ടോ? ഒരു കേസിന്മേൽ കോടതി നടത്തുന്ന അന്വേഷണത്തെ ഇൻക്വയറി എന്നും പോലീസാണ് നടത്തുന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നോക്കുക, എന്താണ് പറയുക? അന്വേഷണം അഥവാ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് അന്വേഷണം അഥവാ ഇൻവെസ്റ്റിഗേഷൻ? ഇവിടെ സെക്ഷൻ 2I ആണ് ഇൻവെസ്റ്റിഗേഷനെ പറ്റി പ്രതിപാദിക്കുക. അപ്പോൾ സെക്ഷൻ 2L ആണ് അന്വേഷണം അഥവാ ഇൻവെസ്റ്റിഗേഷനെ പറ്റി പറയുന്ന സെക്ഷൻ 2L ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 2L എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണമാണ്. എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇതിനായി ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോ, മജിസ്ട്രേറ്റ് ഒഴികെയുള്ള മറ്റേതെങ്കിലും വ്യക്തിയോ, കോടതിയിലെ ഒരു ജീവനക്കാരനാകാം, മറ്റേതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കാം, ഒരു പബ്ലിക് സർവൻ്റ് ആയിരിക്കാം, അപ്രകാരം കോടതി നിയോഗിച്ച മറ്റൊരു വ്യക്തിയോ നടത്തുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള എല്ലാ നടപടികളെയുമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ പറയട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കോടതി നിയോഗിച്ച ഒരു പ്രത്യേക വ്യക്തിയോ, കോടതി ഒഴികെയുള്ള മറ്റൊരു വ്യക്തിയോ ഒരു കേസിൻ്റെ തെളിവിലേക്കായി നടത്തുന്ന എല്ലാത്തരം നടപടികളെയും പ്രവർത്തനങ്ങളെയും ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. ഒരു കേസിൻ്റെ പ്രാരംഭ ആദ്യ നടപടിയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നറിയപ്പെട്ടു. സെക്ഷൻ 2L ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നു. ക്ലിയർ അല്ലേ?
അടുത്ത 2K ആണ്. ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 2K. അതും മലയാളത്തിൽ അന്വേഷണം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഇൻക്വയറി എന്ന് പറയും. ഇൻക്വയറി എന്താണ് ഇൻക്വയറി? നമുക്കറിയാം, ഒരു കേസ് പോലീസ് കോടതിയിൽ FIR സമർപ്പിച്ചാലും കോടതി തനതായ അന്വേഷണം നടത്താറുണ്ട്. അതിനെയാണ് ഇൻക്വയറി എന്ന് വിളിക്കുക, അല്ലേ? ഇറ്റ് ഈസ് എ ട്രയൽ, നോട്ട് എ ട്രയൽ. ഒരു ട്രയൽ അല്ല, വിചാരണയല്ല, പിന്നെന്താണ്? ഇൻക്വയറിയാണ്. അപ്പോൾ എന്താണ് ഇൻക്വയറി എന്ന് പറയുക? ഒരു മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന വിചാരണ ഒഴികെയുള്ള ഒരു കേസിന്മേലുള്ള എല്ലാ അന്വേഷണത്തെയും ഇൻക്വയറി എന്ന് വിളിക്കാം. വിചാരണ അല്ലാത്ത ഒരു മജിസ്ട്രേറ്റോ കോടതിയോ ഒരു കേസിന്മേൽ നടത്തുന്ന എല്ലാത്തരം അന്വേഷണത്തെയും വിളിക്കുന്ന പേരാണ് ഇൻക്വയറി എന്ന് വിളിക്കുക. 2K ആണ് ഇൻക്വയറിയെ പറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻവെസ്റ്റിഗേഷനും എൻക്വയറി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇൻക്വയറി 2K ആണ്, ഇൻവെസ്റ്റിഗേഷൻ 2L ആണ്. സെഷൻസ് മാത്രമല്ല വ്യത്യാസമുള്ളത്, പോലീസ് നടത്തുന്ന അന്വേഷണത്തെയാണ് എന്ത് വിളിക്കുക? ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ചോദിക്കുകയാണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പാടില്ലാത്തത് ആര്? ഓപ്ഷൻ എ, കോടതി നിയോഗിക്കുന്ന ഒരു പ്രത്യേക വ്യക്തി. ഓപ്ഷൻ ബി, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ സി, ഒരു മജിസ്ട്രേറ്റ്. ഓപ്ഷൻ ഡി, ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആരാണ് നടത്താൻ പാടില്ലാത്തത്? മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ് ഒഴികെയെന്നാണ്. മജിസ്ട്രേറ്റ് നടത്താൻ പാടില്ല. എന്ത് നടത്താൻ പാടില്ല? ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ മജിസ്ട്രേറ്റോ കോടതിയോ നടത്തുന്ന അന്വേഷണത്തെ ഇൻക്വയറി എന്നാണ് വിളിക്കുക. ക്ലിയറായി വിശ്വസിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ, ഡ്രൈവറിൻ്റെ ഒരു കോംബോ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുകയാണ്. യൂണിഫോം തസ്തികയിലേക്കുള്ള എല്ലാ ഡ്രൈവർ തസ്തികകളിലേക്കുമുള്ള പൊതുവായ കണ്ടന്റുകൾ, പൊതുവായ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കോഴ്സ്, ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കോമ്പറ്റീറ്റീവ് ക്രാക്കർ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ സിലബസുകൾ ഉൾപ്പെടുത്തി വളരെ വേഗത്തിൽ ഒരു പ്രധാനപ്പെട്ട പിന്നീട് റൺവേ ആയി, പ്ലാറ്റ്ഫോമായി കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കോഴ്സ് അവതരിപ്പിക്കുകയാണ്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുള്ള മോഡൽ എക്സാമും ഡെയിലി ടോപ്പിക് റിവിഷനും എക്സ്ട്രാ ലൈവ് ക്ലാസ്സസും PYQ സെക്ഷൻസ് എല്ലാമുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 2023 ഏത് നിയമനിർമ്മാണ നിയമസംഹിതയെ മാറ്റി സ്ഥാപിക്കുന്നു? ഏത് നിയമനിർമ്മാണ നിയമസംഹിതയെ മാറ്റി സ്ഥാപിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതായത് പഴയ ഏത് നിയമത്തിന് പകരമായിട്ടാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിലവിൽ വന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇന്ത്യൻ പീനൽ കോഡ് 1860, IPC 1860. ഓപ്ഷൻ ബി, ക്രിമിനൽ നടപടി നിയമക്കോഡ് 973. ഓപ്ഷൻ സി, ഇന്ത്യൻ തെളിവ് നിയമം 1872. ഓപ്ഷൻ ഡി, ഇന്ത്യൻ കോൺട്രാക്ട് നിയമം 1872. സിമ്പിളായ ചോദ്യം, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഏത് നിയമത്തിന് പകരമാണ്? ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്ന് പറഞ്ഞാൽ CRPC 1973, ക്രിമിനൽ നടപടി ക്രമ കോഡ് 973. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇതിന് പകരമായിട്ട് വന്ന നിയമമാണേത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. നിങ്ങൾക്കെല്ലാം അറിയാം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത മാത്രമല്ല 3 ക്രിമിനൽ നിയമങ്ങൾ പേരുമാറി നിലവിൽ വന്നു. 3 നിയമങ്ങളും നിലവിൽ വന്ന ഡേറ്റ് സെയിം ആണ്. 2024 ജൂലൈ 1. 2024 ജൂലൈ 1 നിലവിൽ വന്നു 3 ക്രിമിനൽ നിയമങ്ങൾ. ഇതിൽ പഴയ IPC 1860, ഇന്ത്യൻ പീനൽ കോഡ് 1860 പകരം വന്നത് ഭാരതീയ ന്യായ സംഹിത 2023. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരം വന്നത് ഭാരതീയ സാക്ഷി അധിനിയം 2023. ഇവിടെ ഇപ്പോൾ CRPC 1973 പകരം വന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2020. എന്തിനെല്ലാം 2023 പറയാൻ, 2023 പാർലമെന്റ് ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത്. പക്ഷെ നിലവിൽ വന്നത് 2024 ജൂലൈ 1. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതിന് പകരമാണ് BNSS വന്നതെന്നാണ് ചോദ്യം. ഏതിന് പകരം? CRPC. നിങ്ങൾക്ക് ശരിയായി അറിയാവുന്ന ഉത്തരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 BNSSൽ
ഇലക്ട്രോണിക്സ് മോഡിൻ്റെ നിർബന്ധിത ഉപയോഗം എന്താണ്? ഇലക്ട്രോണിക്സ് മോഡിൻ്റെ നിർബന്ധിത ഉപയോഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ വിചാരണ സമയത്ത് മാത്രം, ഓപ്ഷൻ ബി അന്വേഷണ സമയത്ത് മാത്രം, ഓപ്ഷൻ സി അന്വേഷണം വിചാരണ. ഈ രണ്ട് അന്വേഷണം, ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ, ഒന്ന് ഇൻക്വയറി ആണ് കേട്ടോ. രണ്ട് മലയാളത്തെ അന്വേഷണം എന്നല്ലേ പറയാൻ പറ്റുക. ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ, ട്രയൽ എന്നിവയുടെ ഘട്ടങ്ങളിൽ. ഡി തെളിവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം. 4 ഓപ്ഷനുകളാണ്. ഇവിടുത്തെ ശരി ഉത്തരം ഓർത്തിരിക്കണം. ഇത് BNSSൽ ഇലക്ട്രോണിക് മോഡിൻ്റെ നിർബന്ധിത ഉപയോഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിചാരണ സമയത്ത് മാത്രം തെറ്റാണ്, അന്വേഷണ സമയത്ത് മാത്രം തെറ്റാണ്. അന്വേഷണം വിചാരണ എന്നിവയുടെ ഘട്ടങ്ങളിൽ അല്ലേ എന്നത് എന്താണ് തെറ്റാണ്. ഘട്ടങ്ങൾ മാത്രമല്ല, തെളിവുകൾ രേഖപ്പെടുന്നതിന് മാത്രം തെറ്റാണ്. അപ്പോൾ ഇതായത് യഥാർത്ഥത്തിൽ ഈ BNSSലെ വീഡിയോ ഓഡിയോ ഇലക്ട്രോണിക് മീൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിൻ്റെ നിർബന്ധിത ഉപയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 2ലാണ് പറയുന്നത്. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്, ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങൾ എന്നതിൽ വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയകൾ, റെക്കോർഡ് ചെയ്യൽ, തിരയൽ, പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ തെളിവുകൾ. അപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്നറിയപ്പെട്ട ഭാഗത്ത് പ്രതിപാദിക്കുന്നത് എന്താണ്? സെക്ഷൻ 2A പ്രതിപാദിക്കുക. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കോൺഫറൻസിങ്, തിരിച്ചറിയൽ പ്രക്രിയകൾ, റെക്കോർഡ് ചെയ്യൽ, തിരയൽ, പിടിച്ചെടുക്കൽ, അതുപോലെ തെളിവുകൾ, ഇലക്ട്രോണിക് ആശയവിനിമയത്തിൻ്റെ സംരക്ഷണം എന്നിവയ്ക്കും സംസ്ഥാന സർക്കാർ നിയമങ്ങൾ വഴി നൽകുന്ന മറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് മാർഗങ്ങൾക്കുമായി ഏതെങ്കിലും ആശയവിനിമയ ഉപകരണം ഉപയോഗിക്കുന്നതെല്ലാം തന്നെ ഉൾപ്പെടുന്നു എന്നാണ് പ്രതിപാദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ശരിയായ ഉത്തരം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ്. അന്വേഷണം വിചാരണ എന്നിവയുടെ ഘട്ടങ്ങളിൽ എന്താണ് ശരി ഉത്തരം. അപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൻ്റെ ഉപയോഗം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ഒരു കേസിൻ്റെ വിചാരണ ഘട്ടത്തിലോ അല്ലെങ്കിൽ ഇൻക്വയറി ഘട്ടത്തിലോ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിലോ ഒക്കെ തന്നെ തെളിവിലേക്കായി എല്ലാം തന്നെ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിക്കാമെന്നാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. BNSSന്റെ സെക്ഷൻ 31 പ്രകാരം ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. BNSSന്റെ സെക്ഷൻ 31 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന. 1. ന്യായമായും ഒരു നിയമപരമായ സഹായം ആവശ്യപ്പെടുന്ന പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സഹായിക്കാൻ ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട്. ഓപ്ഷൻ ബി പോലീസിന് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു വ്യക്തിയെ പിടികൂടാൻ പൊതുജനങ്ങൾ സഹായിക്കേണ്ടതാണ്. 3. ക്രമസമാധാന ലംഘനം തടയാനോ സംഘർഷം അടിച്ചമർത്താനോ പൊതുജനങ്ങൾ പോലീസിനെ സഹായിക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 4. പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പോലീസ് തടയുമ്പോൾ പൊതുജനങ്ങൾ പോലീസിനെ സഹായിക്കേണ്ടതാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അല്ലേ. ചോദ്യം സെക്ഷൻ 31. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇവിടെ വരുന്നത്. പവേഴ്സ് ഓഫ് ദി സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദി പോലീസ് ആൻഡ് മജിസ്ട്രേറ്റ് എന്നൊരു ഭാഗമുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാഗമായി സെക്ഷൻ 31 പറയുന്നു. എന്ത് പറയുന്നു? വെൻ പബ്ലിക് മേ അസിസ്റ്റ് പോലീസ് ഓർ മജിസ്ട്രേറ്റ്. എപ്പോഴാണ് പൊതുജനങ്ങൾ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സഹായിക്കേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന ഒരു സെക്ഷനാണ് എന്നറിയപ്പെടുന്നത് 31. നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണെന്ന് കാണാം. 31 പ്രകാരം ഈ 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ശരിയായി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകളെന്ന് നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ 31 പറയുന്നു പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ്സ് ആൻഡ് പോലീസ്. പബ്ലിക് വെൻ ടു അസിസ്റ്റ് മജിസ്ട്രേറ്റ്സ് ആൻഡ് പോലീസ് എന്നറിയപ്പെട്ട ഭാഗമാണ് സെക്ഷൻ 31. എപ്പോഴാണ് മജിസ്ട്രേറ്റിനെയും പോലീസിനെയും സഹായിക്കേണ്ട സമയത്ത് പൊതുജനങ്ങൾ പ്രവർത്തിക്കേണ്ടത്? ജനങ്ങൾ എപ്പോഴെല്ലാമാണ് പോലീസിനെയും മജിസ്ട്രേറ്റിനെയും സഹായിക്കേണ്ടതെന്ന് പറയുന്ന വകുപ്പാണ് BNSSലെ 31. ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കണം, എപ്പോഴാണോ ഒരു പോലീസോ മജിസ്ട്രേറ്റോ നിയമപരമായും ന്യായമായും ഒരു സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് പൊതുജനങ്ങൾ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സഹായിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചിരിക്കണം, അത് പോലീസോ മജിസ്ട്രേറ്റോ നിയമപരമായിട്ടും ന്യായമായും
ഒരു സഹായം ആവശ്യപ്പെട്ടാൽ മാത്രമേ സഹായിക്കേണ്ടതുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പോലീസ് ഒരു ക്രമസമാധാന പ്രശ്നം പരിഹരിക്കുമ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് സഹായിക്കാനായിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല. 2, പോലീസ് നിയമപരമായും ന്യായമായ ഒരു ആവശ്യമായിരിക്കണം പൊതുജനങ്ങളോട് ആവശ്യപ്പെടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ മറ്റേതെങ്കിലും അവരുടെ ഒരു സ്വകാര്യ ജോലി ചെയ്യാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ് ആവശ്യപ്പെടാൻ പാടില്ല. അപ്പോൾ പോലീസോ മജിസ്ട്രേറ്റോ നിയമപരമായും ന്യായമായും ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ ആ സഹായം ചെയ്തു കൊടുക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന സെക്ഷനാണ് 31. കണ്ടോ? ന്യായമായും സഹായം ആവശ്യപ്പെടുന്ന ഒരു മജിസ്ട്രേറ്റിനെയോ പോലീസ് ഉദ്യോഗസ്ഥനെയോ സഹായിക്കാൻ ഓരോ വ്യക്തിയും ബാധ്യസ്ഥനാണ് എന്ന് സെക്ഷൻ 31 പറയുന്നു. 31A പറയുന്നു, ആ മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെ പിടികൂടുകയോ രക്ഷപ്പെടുന്നത് തടയുകയോ ചെയ്യുന്നത് ഒന്നാമത്തെ കണ്ടീഷനാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ളൊരു വ്യക്തി, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു പ്രതി, ഒരു കുറ്റവാളി, അയാൾ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അയാൾ അറസ്റ്റിന് വഴങ്ങുന്നില്ല, തിരിച്ച് ബലപ്രയോഗം നടത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചാൽ അവനെ പിടികൂടാൻ രക്ഷപ്പെടുന്നത് തടയാനായി ജനങ്ങൾ പോലീസിനെ സഹായിക്കേണ്ടതാണ്. കിട്ടിയല്ലോ? ബി, സമാധാന ലംഘനം തടയുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്നതിൽ പോലീസ് ഒരു ക്രമസമാധാന പ്രശ്നം അടിച്ചമർത്താൻ അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒരു വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടായി, പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? നിങ്ങൾ ദയവായി ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി സഹായിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? പോലീസിനെ സഹായിക്കേണ്ടത് നമ്മൾ പിരിഞ്ഞുപോയിക്കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ അർത്ഥത്തിൽ പൊതുജനങ്ങൾ പോലീസിനെ സഹായിക്കേണ്ടതാണ്. ഉണ്ടോ? സി, ഏതെങ്കിലും പൊതുസ്വത്തിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിക്കുന്നത് തടയുന്നതിൽ. ഉണ്ടോ? പൊതുമുതൽ നശിപ്പിക്കാൻ, പൊതുസ്വത്ത് നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണെങ്കിൽ ആ ശ്രമവും തടയാൻ പോലീസ് ശ്രമിക്കുമ്പോൾ, ഒരു പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിക്കുമ്പോൾ ആ പോലീസിനെ സഹായിക്കേണ്ടത് ആരുടെ കടമയാണ്? പൊതുജനങ്ങളുടെ കടമയാണെന്ന കാര്യമാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴെല്ലാമാണ് പോലീസ് ഒരു വ്യക്തിയെ എപ്പോഴെല്ലാമാണ് പൊതുജനങ്ങൾ പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സഹായിക്കേണ്ടത് എന്ന് പറയുന്ന സെക്ഷനാണ് ഇവിടെ. ഏത് സെക്ഷൻ? 3(1)(31) എന്നറിയപ്പെടുന്ന സെക്ഷൻ. ഇവിടുത്തെ ചോദ്യം ഏതെല്ലാമാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സെക്ഷൻ 31 പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? കണ്ടോ? ഈ 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയായ പ്രസ്താവനകൾ. 1, 2, 3, 4. ഈ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, പ്രധാനപ്പെട്ട യൂണിഫോം തസ്തികയിലേക്കുള്ള ഡ്രൈവർ പരീക്ഷയ്ക്കായുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ നിയമങ്ങളുടെ ആദ്യ ഭാഗമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുമായി ബന്ധപ്പെട്ട കുറേയേറെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മറ്റ് ചില ചോദ്യങ്ങളും മറ്റ് നിയമങ്ങളുടെ പ്രധാനപ്പെട്ട വസ്തുക്കളുമായി നമുക്ക് തൊട്ടടുത്ത ഒരു ഭാഗത്ത് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.